നിങ്ങളെപ്പോലെ RupeeMonk ചാനൽ കാണുന്ന മിക്കവാറും ആളുകളും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ മിക്കവാറും ആളുകൾക്കും മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ട് തെറ്റിദ്ധാരണകൾ കുറച്ചുണ്ട്. ആ തെറ്റിദ്ധാരണകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. RupeeMonk എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് RupeeMonk എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളെപ്പോലുള്ള RupeeMonkന്റെ സബ്സ്ക്രൈബേഴ്സ്, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന RupeeMonkന്റെ സബ്സ്ക്രൈബേഴ്സ് വരുത്തുന്ന അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന 15 തെറ്റിദ്ധാരണകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി അല്ലെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുകയും മ്യൂച്വൽ ഫണ്ടിൽ കണ്ടിന്യൂ ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അറിയാനായിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനം വരെ കാണാം. ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്ഥിരമായിട്ടുള്ള ലാഭം തരും എന്നുള്ളതാണ്. അതായത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു ബാങ്ക് നിക്ഷേപം പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെയൊക്കെ സ്ഥിരമായിട്ടുള്ള ഒരു ലാഭം, ഉറപ്പുള്ള ഒരു ലാഭം തരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ കുറച്ചെങ്കിലും ആളുകൾക്കുണ്ട്. മ്യൂച്വൽ ഫണ്ടിലെ പരസ്യത്തിൽ പറയുന്നത് പോലെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്നലെ കിട്ടിയിട്ടുള്ള ലാഭം നാളെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് സ്ഥിരമായിട്ടുള്ളൊരു ലാഭം കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ വലിയൊരു തെറ്റിദ്ധാരണ. അടുത്ത ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം കാലം നിക്ഷേപിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ ലാഭം കിട്ടിയേക്കാം എന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ 2012 അല്ലെങ്കിൽ 2013 ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാൾ 2020 ഏപ്രിൽ മാസത്തിലാണ് ആ മ്യൂച്വൽ ഫണ്ട് പിൻവലിക്കുന്നത് എന്ന് കരുതുക. 2020 ഏപ്രിലിൻ്റെ കാര്യം എന്താണ്? കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റ് താഴ്ച ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതൊക്കെ ഫണ്ടാണ് നിങ്ങൾ 2013 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച റിട്ടേൺ ഒന്നും അതിൽ നിന്ന് ഈ 2020 ഏപ്രിൽ സമയത്താണ് അതിൽ നിന്ന് പിൻവലിക്കുന്നത് എന്നുണ്ടെങ്കിൽ കിട്ടിയേക്കില്ല. അതേസമയം 2021 ഏപ്രിലിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പിൻവലിച്ചിരുന്നെങ്കിലോ വൻ ലാഭം കിട്ടിയേനെ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? 2017, 18, 19, 20 കാലഘട്ടത്തിലൊക്കെ മാർക്കറ്റ് 2020 മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ മാർക്കറ്റ് വളരെയധികം താഴ്ചയിൽ പോയിട്ടുള്ള സമയമാണ്. അതേസമയം 2020 മാർച്ചിന് ശേഷം 2021 ഏപ്രിൽ വരെയുള്ള കാലത്ത് ഭയങ്കര വലിയ നേട്ടവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതിന് പുറമെ നമ്മൾ അത് എത്ര കാലം കണ്ടിന്യൂ ചെയ്തു എന്നുള്ളത് മാത്രമാക്കരുത് നമ്മളുടെ ഒരു ലാഭം കിട്ടാനുള്ള ക്രൈറ്റീരിയ. നമ്മൾ ഏത് സമയത്താണ് പിൻവലിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യം വരുന്നതിന് മുൻപുള്ള ഒരു കാലത്ത് അത് കുറേശ്ശെയായിട്ട് പിൻവലിക്കുന്നതാണ് നല്ലത്. നമ്മളെപ്പോഴും പറയാറുണ്ട് എന്താണ്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ പണം നമ്മൾക്ക് ആവശ്യത്തിന് മുൻപ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അതിൽ നിന്ന് പിൻവലിക്കുന്നതായിരിക്കും നന്നാവുക. അതുകൊണ്ട് തന്നെ കുറേ കാലം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് വലിയ ലാഭം കിട്ടാൻ സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിലും അത് 100% ഉറപ്പൊന്നുമില്ല കേട്ടോ. മറ്റൊന്ന്, ചെറിയ NAV ഉള്ള ഫണ്ടുകൾ നല്ലതാണ് എന്നാണ് ചിലരുടെ തെറ്റിദ്ധാരണ. ചെറിയ NAV ഉള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 10 ആയിരിക്കും. പിന്നെ അതിലേക്ക് കൂടുതൽ എമൗണ്ട് വരികയും അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടിയ നിക്ഷേപങ്ങൾ നടത്തിയാണ് ഈ 10 എന്നുള്ളത് 15, 20, 30, 40, 100, 300 ഒക്കെ ആയി മാറുന്നത്. അപ്പോൾ ചെറിയ NAV ഉള്ളത്, ഇപ്പോൾ 10 എന്ന് പറഞ്ഞുള്ള NAV 15 ആയി മാറുന്നതും 100 എന്നുള്ളൊരു NAV ഉള്ള ഒരു ഫണ്ട് 180 ആയി മാറുന്നതും ഒക്കെ ഒരേ രീതിയിലുള്ള ഫണ്ടാണ്, ഒരേ രീതിയിലുള്ള സ്റ്റോക്കുകളുള്ള ഫണ്ടാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്തായിരിക്കും. അപ്പോൾ ഇത് ലാഭം വരുന്നത് പെർസെൻറ്റേജ് കണക്കിലാണ് വരുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അല്ലാതെ 10 എന്നുള്ളത് 11 ആവുന്നതും 101 എന്നുള്ളത് 102 ആവുന്നതും ഒരേ സമയം കൊണ്ടല്ല. അത് 10 എന്നുള്ളത് 11 ആവുന്ന സമയം കൊണ്ട് 100 എന്നുള്ള ഫണ്ട് 110 ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ NAV ഉള്ള ഫണ്ട് എന്ന് കണ്ടുകൊണ്ട് അതിൽ വാങ്ങാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു തെറ്റിദ്ധാരണയാണ് ന്യൂ ഫണ്ട് ഓഫറുകൾ നല്ലതാണെന്ന് പറയുന്നത്. ന്യൂ ഫണ്ട് ഓഫറുകൾ അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ന്യൂ ഫണ്ട് ഓഫറുകൾ ഒരിക്കലും നന്നാവില്ല അല്ലെങ്കിൽ എന്ന് ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റില്ല. പക്ഷേ മിക്കവാറും ന്യൂ ഫണ്ട് ഓഫറുകളെല്ലാം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിൻ്റെ കോപ്പിയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫണ്ട് എന്തുമാത്രം നല്ല രീതിയിൽ വരുമെന്നുള്ളത് തെളിയിക്കപ്പെടാത്തടത്തോളം കാലം അത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യാറില്ല. അതിന് പകരമായിട്ട് ആ കാറ്റഗറിയിൽ തന്നെയുള്ള നല്ലൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഈ ഫണ്ട് മെച്ചമായിട്ട് വരികയാണെന്ന് ഈ ഫണ്ടിലേക്ക് പിന്നെ മാറാമല്ലോ. മനസ്സിലായില്ലേ? അറിയാത്ത വെള്ളത്തിൽ പോയി ചവിട്ടുന്ന ഏറ്റവും നല്ലതാണല്ലോ നമുക്ക് അറിവുള്ള ഒരു സ്ഥലത്ത്
റിസ്ക് എടുക്കുന്നത്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറ്റിദ്ധാരണ. മറ്റൊരു തെറ്റിദ്ധാരണയുള്ളത് എന്താണെന്ന് വെച്ചാൽ റിസ്ക് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ റിട്ടേൺ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് തെറ്റിദ്ധാരണ. റിസ്ക് കൂടുതൽ എടുക്കുന്നുണ്ട് റിട്ടേൺ കൂടുതൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണ്? സ്മോൾ ക്യാപ് ഫണ്ടുകളാണ് അല്ലേ. സ്മോൾ ക്യാപ് ഫണ്ടുകൾ വളരെ വലിയ റിസ്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും അത് വലിയ റിട്ടേൺ തരണമെന്നില്ല. അപ്പോൾ റിസ്ക്കും റിട്ടേണും തമ്മിൽ അങ്ങനെ ഒരു നേരിട്ടുള്ള ബന്ധമില്ല. റിസ്ക് വലിയ കൂടുതൽ റിട്ടേൺ തരുന്ന യാതൊരുവിധ ഉറപ്പില്ല. അതിന് പകരമായിട്ട് നല്ല പോർട്ട്ഫോളിയോയിലുള്ള ഫണ്ടുകൾ, നല്ല ട്രാക്ക് റെക്കോർഡുള്ള നല്ല പോർട്ട്ഫോളിയോ ഉള്ള ഫണ്ടുകൾ ഒക്കെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത്തരം ഫണ്ടുകൾ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം. ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ വളരെ സൗകര്യപ്രദമായിട്ട് കണ്ടുപിടിക്കാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഫിനിറ്റി. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യാനും ഫിനിറ്റിയിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. എല്ലാവരും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾക്കും ഇൻവെസ്റ്റ് ചെയ്യാം എന്നിട്ട് ലാഭം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതത്ര നല്ലൊരു കാര്യമാവണമെന്നില്ല. എല്ലാവരും ഓരോരുത്തരും അവരവരുടെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയ്ക്കും ഗോളുകൾക്കും ഒക്കെ അനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ അനിയൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചേട്ടൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, കസിൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ട് ഞാനും പോയിട്ട് ഒരു ഫണ്ടിൽ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്തു എന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് ആ ഫണ്ട് യോജിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അത് നിങ്ങൾക്ക് ലാഭം തരണമെന്നും യാതൊരു നിർബന്ധവുമില്ല. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡയറക്ഷൻ തരാനായിട്ട് നമുക്ക് സാധിക്കും. അത്തരം ഒരു സർവീസ് നമുക്കുണ്ട്. അതിൻ്റെ പേരാണ് RupeeMonk സർവീസ്. ഈ സ്ക്രീനിൽ കാണുന്ന 8848030018 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏജൻറ്റുമാരും ബാങ്ക് മാനേജർമാരും ഒക്കെ നമ്മളെ നല്ല ഫണ്ടുകൾ കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ കുറേ ആളുകൾക്കുണ്ട്. അത്തരം ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളുടെ റെഗുലർ മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യുന്ന ആളുകൾക്കുള്ളത്. റെഗുലർ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫണ്ടുകൾ സജസ്റ്റ് ചെയ്ത് തരുന്ന ആളുകളുടെ പേരിൽ അവരുടെ ഏജൻറ്റ് കോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ഈ റെഗുലർ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുക. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1000 രൂപ നമ്മൾ അവർക്ക് കമ്മീഷനായിട്ട് പോകുന്നുണ്ട്. ഇത് ആദ്യത്തെ പ്രാവശ്യം മാത്രമല്ല, ഓരോ വർഷവും നമ്മൾക്ക് ഏകദേശം 1000 രൂപ നഷ്ടം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപ ഓരോ വർഷവും ഇടുന്നൊരു സംവിധാനത്തിലാണെങ്കിൽ ആദ്യത്തെ വർഷം 1000, രണ്ടാമത്തെ വർഷം 2000, മൂന്നാമത്തെ വർഷം 3000, അങ്ങനെ വലിയൊരു എമൗണ്ട് നമുക്ക് ഏജൻറ്റുമാർക്ക് കമ്മീഷനായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെയും മ്യൂച്വൽ ഫണ്ട് ഏജൻറ്റുമാരുടെയും റെഗുലർ പ്ലാനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഡയറക്റ്റ് എന്ന് ഫണ്ടുകളുടെ അവസാനമുള്ള ഫണ്ടുകൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫണ്ടുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് ഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫിനിറ്റിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവും അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയും മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു തെറ്റിദ്ധാരണ. അതായത് എല്ലാ ഫണ്ടുകളും എല്ലാവർക്കും യോജിക്കണമെന്നില്ല. എല്ലാ ഫണ്ടുകൾക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ചില ഫണ്ടുകൾ ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് നേട്ടം തരുന്ന ഫണ്ടുകൾ, അല്ലെങ്കിൽ ചില ഫണ്ടുകൾ മാർക്കറ്റ് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിൽ കോൺട്രാറിയൻ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചില ഫണ്ടുകൾ വാല്യൂ ആയിട്ടുള്ള സ്റ്റോക്കുകൾ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം സെലക്ട് ചെയ്യാൻ. അല്ലാതെ എല്ലാ ഫണ്ടുകളും എല്ലാവർക്കും യോജിക്കുന്നതല്ല എന്നുള്ള ഒരു തെറ്റ്, എല്ലാ ഫണ്ടുകളും എല്ലാവർക്കും യോജിക്കുന്നതാണ് എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾ ഒഴിവാക്കണം. സെക്ടർ ഫണ്ടുകൾ വലിയ ലാഭം എല്ലായ്പ്പോഴും തരുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. സെക്ടർ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ ഫാർമ സെക്ടർ ഫണ്ട്, IT മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ IT സെക്ടർ ഫണ്ട്. അപ്പോൾ ഈ ഫാർമ ഫണ്ടുകളുടെ IT ഫണ്ടുകളുടെയൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തെ പെർഫോമൻസ് പറഞ്ഞാൽ വളരെ നല്ലതാണ്. 100% മേളിൽ നേട്ടം തന്നിട്ടുള്ളതാണ് എല്ലാ ഫണ്ടുകളും. അത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷവും ഈ 100% മേളിൽ റിട്ടേൺ കിട്ടില്ല എന്നാണ് നമ്മളോട് RupeeMonk സർവീസിലേക്കൊക്കെ ആളുകൾ വിളിച്ച് ചോദിക്കുന്നത്. പക്ഷേ അത്തരം ഫണ്ടുകൾ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വലിയ നേട്ടം തരാനുള്ള സാധ്യത. നേട്ടം തരുമ്പോൾ വളരെ നല്ല നേട്ടം തരും. പക്ഷേ ബാക്കിയുള്ള സമയത്ത് സാധാരണ ഫണ്ടുകൾ തരുന്നതിനേക്കാൾ ഒരു താഴ്ന്ന നേട്ടം മാത്രമാണ് തരിക. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സ് ഈ സെക്ടർ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, അതങ്ങ് വലുതായിക്കോളും, അതങ്ങ്
നമുക്ക് വലിയ നേട്ടം തരുമെന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ നമ്മളുടെ ഒരു ഗോൾ പ്ലാനിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ നമ്മൾ പരമാവധി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമായിരിക്കും നന്നാവും. അല്ലാതെ എപ്പോഴെങ്കിലും പോയിട്ട് കുറച്ച് പൈസ കിട്ടും, ഇനിയിപ്പോൾ എന്തെങ്കിലും പിന്നീട് ഇടാം, അങ്ങനെ ഒരു റാൻഡമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഗുണത്തിലേക്ക് ഏറെ ദോഷമാണ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും കൃത്യമായിട്ട് തുടർച്ചയായിട്ട് നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുള്ള ആളുകൾക്ക് ഞാനൊരു കഥ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു റിട്ടയർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ് എന്ന് കരുതുക. നമ്മളൊരു 20 വയസ്സായിട്ടുള്ള ആൾ ഒരു 2000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 50 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന നേട്ടവും ഒരു 30 വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ അതേ കോർപ്പസ് ഉണ്ടാക്കുന്നതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏകദേശം 10,000-നൊക്കെ മേളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് 20 വയസ്സ് തൊട്ട് 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളും 30 വയസ്സ് തൊട്ട് ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളും ഏകദേശം ഒരേ കോർപ്പസിലാണ് അവസാനിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ എപ്പോഴും പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളത് നന്നായിരിക്കും, അല്ലാതെ എപ്പോഴെങ്കിലും തുടങ്ങിയാൽ മതി എന്നുള്ള ചിന്തയോട് കൂടി ആ തെറ്റിദ്ധാരണയോട് കൂടി ഇരിക്കുന്നത് നന്നാവില്ല. കുറേ അധികം ഫണ്ടുകളുള്ളത് നമ്മളുടെ റിസ്ക് കുറയ്ക്കും എന്നുള്ളതാണ് ആളുകൾ പലരും ചിന്തിച്ച് വെച്ചിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 25,000 രൂപയിൽ താഴെയൊക്കെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ 2 ഫണ്ടുകളുടെ ആവശ്യമുള്ളൂ. അതേസമയം തന്നെ 25,000-നും 50,000-നൊക്കെ ഇടയ്ക്കാണെങ്കിൽ ഒരു 3 ഫണ്ട്, 50,000-ന് മുകളിലാണെങ്കിൽ ഒരു 4 ഫണ്ട്, 1,00,000-നൊക്കെ മേളിലാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഫണ്ട്, അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു 10 ഫണ്ട് ചൂസ് ചെയ്തെന്ന് കരുതാം. ആ 10 ഫണ്ടിൽ ഒരു 4 എണ്ണം നന്നായിട്ട് പെർഫോം ചെയ്തു, 3 എണ്ണം ആവറേജ് ആയിട്ട് പെർഫോം ചെയ്തു, 3 എണ്ണം ബാഡായിട്ട് പെർഫോം ചെയ്തെങ്കിൽ നമ്മൾക്ക് മൊത്തത്തിൽ നമ്മളൊരു റിട്ടേൺ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ആവറേജ് റിട്ടേണേ കിട്ടുള്ളൂ. അതേസമയം ഇപ്പോൾ ഒരു 4 ഫണ്ട് ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്, അതിൽ 3 എണ്ണം നന്നായിട്ട് പെർഫോം ചെയ്തു, 1 എണ്ണം മോശമായിട്ട് പെർഫോം ചെയ്തെങ്കിൽ നമ്മൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടും. അപ്പോൾ കുറേ എണ്ണം മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ കുറേ തരം മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൃത്യമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ 4-5 എണ്ണം മാക്സിമം എണ്ണം ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയായിരിക്കും നല്ലത്. ഞാൻ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളിലാണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അറിയാനായിട്ട് എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റി ഫണ്ടുകൾക്ക് മാത്രമേ റിസ്ക് ഉള്ളൂ എന്നുള്ളതാണ്. ഇക്വിറ്റി ഫണ്ടുകൾക്ക് മാത്രമൊന്നുമല്ല കേട്ടോ റിസ്ക്, ഡെറ്റ് ഫണ്ടുകൾക്കും റിസ്ക് ഉണ്ട്, ഈവൻ ലിക്വിഡ് ഫണ്ടുകൾക്ക് പോലും റിസ്ക് ഉണ്ട്. അതായത് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് കൂടുതലുണ്ട്, അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് റിസ്ക് കൂടുതലാണ് എന്നുള്ള സത്യം തന്നെ. പക്ഷേ അതേപോലെ തന്നെ ഡെറ്റായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ, അതായത് NCDകൾ, ബോണ്ടുകൾ, കടപ്പത്രങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഡെറ്റായിട്ടുള്ള ഇൻസ്ട്രുമെൻസിനും റിസ്ക് ഉണ്ട്. അതായത് 2 തരത്തിലുള്ള റിസ്ക്കാണ് ഡെറ്റ് ഇൻസ്ട്രുമെൻസിനുള്ളത്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയും, 2 ക്രെഡിറ്റ് റേറ്റിംഗ് റിസ്ക് എന്ന് പറയും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്കും ക്രെഡിറ്റ് റിസ്ക്കും ഉള്ള ഫണ്ടുകളിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഉള്ള ഇൻസ്ട്രുമെൻറ്റുകളിലാണ് ഒരു ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടുകൾ, ആ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾക്കും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരു നഷ്ടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടുകൊണ്ട് റിസ്ക് ഫ്രീ ആണ് എന്നുള്ള തെറ്റിദ്ധാരണ വെച്ച് പുലർത്താതിരിക്കുക. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമൻറ്റിൽ രേഖപ്പെടുത്താം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് 2 വീഡിയോകൾ കൂടെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ട്, നമ്മൾക്ക് ആസ്ക് RupeeMonk സർവീസിൻ്റെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.